വോൾ മേക്കേഴ്സ് എന്നുള്ള നാമധേയം പേര് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനീഷ്യലി മൺകട്ട കൊണ്ട് വീട് പണിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വീടുകൾ കിട്ടുന്നില്ലായിരുന്നു പണിയാൻ. ഞങ്ങൾക്ക് കൂടുതലും ഭിത്തികളും കോമ്പൗണ്ടുകളും ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അനിയൻ കളിയാക്കി പറഞ്ഞ പേരാണ് വോൾ മേക്കേഴ്സ്. ഇപ്പോഴത്തെ ഒരു ശരാശരി ക്ലൈൻറ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും ഉള്ളവർക്കും അറിയാം, അതായത് നമ്മൾ മണ്ണുകൊണ്ടാണ് വീട് പണിയുന്നതെന്നുള്ള ഒരു ആശയത്തിനെ കുറിച്ച് അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആണ് രാമാനുജൻ സാറ് ആദ്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ ആദ്യം പറയുന്നത് ഞങ്ങളുടെ മുൻപുള്ള വീടുകൾ നിങ്ങൾ കവർ ചെയ്യണം, ഒന്ന് കാണണം എന്ന് പറഞ്ഞാണ് നമ്മൾ അദ്ദേഹത്തെ പല വീടുകളും കാണാൻ അദ്ദേഹം പോയി. അതിനുശേഷമാണ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത്, മണ്ണ് കൊണ്ടുള്ള വീട് തന്നെ എനിക്ക് വേണം, എനിക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വീട് തന്നെ വേണമെന്നുള്ള അദ്ദേഹം തീരുമാനിക്കുന്നത്. പഴയ രീതിയിലുള്ള ഓടിട്ട വീടുകളിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലെന്നും അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ വീടുകളിലെല്ലാം ഇരുട്ട് ഒരുപാടുള്ളത് കൊണ്ടാണ് പലരും അത് പൊളിച്ച് മോഡേൺ ആയിട്ടുള്ളൊരു സങ്കല്പത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ ഉള്ളിൽ വളരെയധികം തട്ടി. എനിക്ക് ഈ ഓടിട്ട വീട് ഇഷ്ടമാണെങ്കിൽ പോലും ഇത് പൊളിച്ച് ഇതിൽ വെളിച്ചം കയറുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓടിട്ട ഒരു വീട് അല്ലെങ്കിൽ ഓടുള്ള വീട്, സ്ലോപ്പിംഗ് റൂഫിനെ നമ്മൾ അതിനെ ശിഥിലമാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, അതിനെ പല പല പീസുകളാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചാണ് എപ്പോഴോ ഒരു വട്ടം കൈവിരലുകൾ കൊണ്ട് കളിക്കുന്ന നമുക്കിങ്ങനൊരു ഒരു പാറ്റേൺ നമ്മുടെ, അതായത് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഫെറോസിമെന്റ് ഷെല്ലുകളാണ്. അപ്പോൾ ഫെറോസിമെന്റ് ഷെല്ലുകൾക്ക് ഒരു പല പല സ്പാനുകൾ അതിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫെറോസിമെന്റ് ഷെല്ല് ഈ സാധാരണ കോൺക്രീറ്റിനേക്കാളും കനം കുറവും അതിനൊരു വീവിങ് രീതിയിൽ നമ്മുടെ കൈവിരലുകൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു വീവിങ് പാറ്റേൺ വരികയാണ്, ഇങ്ങനെ ഒരു വീവിങ് പാറ്റേൺ വരികയാണ്. ആ പാറ്റേണിൽ നമ്മൾ അതിനെ ചെയ്യുകയും അങ്ങനെയാണ് ചിരാതിൻ്റെ ഐഡിയ വരുന്നത്. അതായത് സ്ലോപ്പിംഗ് റൂഫിനിടയ്ക്ക് വെളിച്ചം കയറുകയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, മഴ കയറാൻ പാടില്ല. അങ്ങനെയാണ് ചിരാത് എന്നുള്ള ഒരു ഐഡിയ വന്നത്. ചിരാത് വീടിന് സാധാരണ വീടിനേക്കാളും അല്പം വ്യതിയാനമുള്ളത്, സാധാരണ വീടുകൾ എപ്പോഴും തുടങ്ങുന്ന കാർ പോർച്ചിൽ നിന്നാണ്. നമ്മളൊരു ശരാശരി റെസിഡൻസ് അത് ഇന്ത്യയിൽ എവിടെ തന്നെ ചെയ്യുകയാണെങ്കിലും അവരാദ്യം പറയുന്നത് ഞങ്ങളുടെ വണ്ടി കയറ്റിയിടാനുള്ള ഒരു സ്ഥലം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാന്തയോ സിറ്റ് ഔട്ടോ ഒക്കെ ചിന്തിക്കാം എന്നാണ്. ചിരാതിൻ്റെ കേസിൽ ആദ്യമായി ക്ലൈൻറ്റ് പറഞ്ഞിരുന്നത് ഉമ്മർ എന്ന് പറയുന്നത് ഞങ്ങൾ വളരെയധികം യൂസ് ചെയ്യുന്നൊരു സങ്കല്പമാണെന്ന് രാമാനുജൻ സാറും വൈഫും നിഷ മാഡവും പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു വഴിയാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അത് ഒരു വീട്ടിലോട്ടുള്ള ഒരു വഴി. പണ്ടത്തെ ഇല്ലങ്ങളിലൊക്കെ മെയിനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൊരു വടിപ്പുരയും അത് കഴിഞ്ഞിട്ടാണ് ഉമ്മറത്തോട്ടുള്ള ആ വഴി ഉണ്ടായിരുന്നു. നടന്ന് ഒരു ചെറിയ വഴി എത്തുമ്പോൾ ഒരു ഉമ്മറം, അവിടെ ശരിക്കും അവരിപ്പോഴും അവിടുത്തെ കാരണവന്മാരൊക്കെ വെറ്റിലയും ബാക്കും ഒക്കെ ആ പെട്ടിയിൽ നിന്നെടുത്ത് മുറിച്ച് ആസ്വദിച്ച് തിന്നുക, അല്ലെങ്കിൽ വഴി കൂടെ പോകുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അതെല്ലാം അവർക്ക് ഇന്നും ഉണ്ട്. അതുകൊണ്ട് അതിനായിരുന്നു ഞങ്ങൾ ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡോറ് തുറന്നാൽ ഉടനെ തന്നെ നമ്മൾ വെളിയിലെത്തിയതുപോലെ ഒരു ഫീലിംഗ് വേണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു പോണ്ടാണ് ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ കഷ്ടിച്ച് 2 മീറ്റർ കഴിയുമ്പോൾ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു പോണ്ടാണ് വരുന്നത്. പക്ഷെ ആ പോണ്ട് പണിത് തീർന്നപ്പോൾ അതിന് ചുറ്റും ഇരിക്കാൻ വളരെ 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 രസകരമാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങളുടെ ഡ്രോയിങ് റൂം തന്നെ ഞങ്ങൾ ആ പോണ്ടിൻ്റെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ പോണ്ട് വീടിൻ്റെ ഉൾഭാഗമായി. അങ്ങനെ പോണ്ടിൻ്റെ മുകളിൽ ഒരു ഗ്ലാസിൻ്റെ ടീപ്പോ ഒക്കെ വെച്ച് അതിന് ചുറ്റും സീറ്റിംഗ് എല്ലാം കൊടുത്തപ്പോൾ അത് ഏറ്റവും നല്ല ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള, ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് റൂമായി. ബഡ്ജറ്റിൽ വർക്ക് ചെയ്തൊരു സങ്കല്പമായതുകൊണ്ട് ഇതിൻ്റെ ഭിത്തികൾ ഇതിനോട് 1 വർഷം മുമ്പേ ഷട്ടർ ഡെബ്രി വോൾ എന്നുള്ളൊരു സങ്കല്പം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്നു വോൾ മേക്കേഴ്സ്. ഷട്ടർ ഡെബ്രി വോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വേസ്റ്റ് നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ വേസ്റ്റ്, കോൺക്രീറ്റ് വേസ്റ്റ്, ഡെബ്രി, സ്റ്റീൽ വേസ്റ്റ്, ഇങ്ങനെ പലതും നമ്മുടെ
അതൊന്നും കോർപ്പറേഷൻ എടുക്കുന്നത്. എങ്ങനെ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വേസ്റ്റ് വെച്ച് നമുക്ക് ഭിത്തികൾ പണിയാം. ആദ്യമേ രാമാനുജൻ സാർ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എനിക്കൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേണം. പെറുവിത്താനം ഭാഗത്ത് ഭയങ്കരമായിട്ട് വരൾച്ചയുടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. മഴവെള്ളം അധികം ഉണ്ടെങ്കിൽ പോലും വരൾച്ച വളരെ അധികമാണ്. കാരണം ഇതൊരു കുന്നിൻ്റെ മോൾ ഭാഗത്താണ്. അങ്ങനെ മഴവെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മഴവെള്ള സംഭരണി ആദ്യമേ നമുക്ക് വയ്ക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ ആ മഴവെള്ള സംഭരണിക്ക് വേണ്ടി 35,000 ലിറ്റർ മഴവെള്ള സംഭരണിയാണ് അവിടെ ഉള്ളത്. 35,000 ലിറ്റർ മഴവെള്ള സംഭരണിയുടെ മണ്ണെടുത്ത് മാറ്റിയപ്പോൾ ആ മണ്ണിൽ ഒരുപാട് വെട്ടുകല്ലിൻ്റെ അംശവും വലിയ വലിയ പാറക്കഷ്ണങ്ങളും ഞങ്ങൾക്ക് കിട്ടി. വർഷങ്ങളായിട്ട് ഈ ടെക്നോളജിയിൽ വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇത് 2 ഷട്ടറിൻ്റെ ഇടയ്ക്ക് ഇതും അല്പം സിമെൻറ്റും കൂടെ ചേർത്ത് ഷട്ടർ ഡെബ്രി വോളായിട്ട് നമുക്ക് ഭിത്തികൾ പണിയാമെന്നുള്ളൊരു സങ്കല്പത്തിലാണ്. കഷ്ടിച്ച് 100 അല്ലെങ്കിൽ 120 സാധാരണ കല്ലുകളെ ആ കെട്ടിടത്തിന് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം ഈ ഷട്ടർ ഡെബ്രി വോളെന്ന് ഒരു സങ്കല്പമാണ് മൊത്തം കെട്ടിടത്തിന് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വെന്റിലേഷനായിട്ട് പഴയ മേൽക്കൂരയുടെ ഓട് ഞങ്ങൾ അതിനെ ജാളിയാക്കി ജനൽ പോലെ പണിതിട്ടുണ്ട്. ബാക്കി മറ്റ് ജനലുകളെല്ലാം ഞങ്ങൾ വാർത്തൻ്റെ ബാലൻസ് വന്ന 8 mm റീഇൻഫോഴ്സ്മെൻറ്റ് കമ്പീനെ വെച്ചാണ് ഞങ്ങൾ ബാലൻസ് ജനലുകളെല്ലാം ചെയ്തത്. ഇതാണ് ചിരാതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ മെത്തേഡ്. റൂമുകളെല്ലാം ഈ പറഞ്ഞ പോലെ ആ ഉമ്മറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ആകൃതിയിലാണ് റൂമുകൾ പോകുന്നത്. ഫെറോസിമെൻറ്റ് ഷെല്ല് ഞങ്ങൾ ശരിക്കും ഓറോവില്ല് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഫെറോസിമെൻറ്റ് ഷെല്ലിനെ കുറിച്ച് പഠിച്ചു. അത് പിന്നെ ഞാൻ നാട്ടിൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കായിരുന്നു. പക്ഷേ നാട്ടിലത്തെ കാലാവസ്ഥയ്ക്ക് ആ പ്രത്യേക തരം ഫെറോസിമെൻറ്റ് ഷെല്ലിന് കുറച്ച് അപാകതകളുണ്ടായിരുന്നു. അത് ഞങ്ങൾ കവർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെറോസിമെൻറ്റ് ഷെല്ല് പിന്നീട് ഞങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് എൻ്റെ ഒരു മേസ്തിരി ജോൺസൺ ഭായി പറഞ്ഞിട്ടാണ് ഞാൻ ഈ മാറ്റങ്ങൾ വരുത്തിയത്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയ ഫെറോസിമെൻറ്റ് ഷെല്ല് നമ്മുടെ ഈ മഴയുള്ള കാലാവസ്ഥയിൽ വളരെയധികം ശക്തമായി അതിജീവിക്കുകയും അങ്ങനെ ആ ഷെല്ലുകൾ തന്നെ ഞാനൊരു പൊതു പ്രാക്ടീസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഒരു വാർക്കയുടെ എക്സ്പെൻസ് ഞങ്ങൾക്ക് ഈ ഷെല്ലുകളിൽ വരാറില്ല. ഒരു വാർക്ക എന്ന് പറയുമ്പം ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ ഇപ്പം വളരെ അധികം വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതൊരു മേജർ എക്സ്പെൻസാണ്. അതേസമയം ഈ ഷെല്ലുകളുടെ കേസിൽ എനിക്ക് അത്ര എക്സ്പെൻസ് വരുന്നില്ല. ഓൾമോസ്റ്റ് 1/3 എക്സ്പെൻസ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ പൊതുവെ ആ ഷെല്ലുകളാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ വളരെ വളരെ അടുത്താണ് അതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രൊഫസർ M.M. തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ശരിക്കും ആ ഷെല്ലുകളിൽ അതിനെ ആദ്യമായി നിർമ്മിക്കുന്നത്. ഈ M.M. തോമസ് സാറിൻ്റെ പേരിലാണ് ഇന്ന് ആ ഷെല്ലുകളെ നമ്മൾ റീനെയിം ചെയ്തിരിക്കുന്നത്. MMT ഷെൽസ് എന്നാണ് ഇപ്പോൾ അതിന് ഞങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത്, റൂഫ് ഷെൽസ്. ആ ഷെൽസിൻ്റെ പ്രത്യേകത അത് കോൺക്രീറ്റ് അറ്റ്ലീസ്റ്റ് 30% സേവ് ചെയ്യും, സ്റ്റീൽ ഒരു 50% സേവ് ചെയ്യും. മറ്റ് ചില ഈ മെറ്റൽ ചിപ്സ് അഗ്രിഗേറ്റ്സും എം സാൻഡും റിവർ സാൻഡും ഒക്കെ 50% അത് സേവ് ചെയ്യും. കാരണം അതിൻ്റെ ഖനം 2 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ടൈപ്പ് ഫെറോസിമെൻറ്റ് ഷെല്ലിന്. പിന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ചിരാതിൽ അങ്ങോളം ഇങ്ങോളം വരെ അത് കാണുന്നുണ്ട്. കാരണം അത്രയും ഫ്ലെക്സിബിളാണ് ഈ ഫെറോസിമെൻറ്റ് ഷെൽസ്. ഏത് ഷേപ്പിലും ഏത് ആകൃതിയിലും നമുക്ക് ഫെറോസിമെൻറ്റ് ഷെൽസ് ചെയ്യാം. ഫെറോസിമെൻറ്റ് ഷെല്ലുകളെല്ലാം നമ്മൾ അടുക്കി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനിടയ്ക്കൂടെ വെളിച്ചം വരുന്നുണ്ട്. വെളിച്ചം ഒരു പ്രത്യേക പാറ്റേണിലുമാണ് വരുന്നത്. പക്ഷേ വെളിച്ചം വരുമ്പോൾ അതിൽ കൂടെ വെള്ളവും വരും. വെള്ളം വീഴാതിരിക്കാൻ ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടു. പോളികാർബണേറ്റ് ഷീറ്റ് കാരണമുള്ള ചൂട് കൂടാതിരിക്കാൻ നമ്മൾ അതിൻ്റെ അടിയിൽ ഷെല്ലുകളുള്ളത് കൊണ്ട് അതിന് അത്രയും ചൂട് വരുത്തുകയില്ല. ഇങ്ങനെ ഈ 2 കാര്യങ്ങളും കൂടെ യൂട്ടിലൈസ് ചെയ്താണ്, 2 വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്താണ് ഞങ്ങൾ അതിൻ്റെ മേൽക്കൂരയുടെ നല്ലൊരു ശതമാനം ചെയ്തത്. ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ നിൽക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്കുള്ള റിസോഴ്സസ് ഫിനിറ്റാണെന്നും അത് വളരെ 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 റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളൊരു കോൺസെപ്റ്റുണ്ട്. നമ്മൾ മാത്രമല്ല ജീവിക്കുന്ന അനന്തര തലമുറകളും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതാണെന്നും അവർക്ക് ഈ മെറ്റീരിയൽ
വീണ്ടും കിട്ടേണ്ടതാണെന്നുള്ള ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം.